എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് കാത്തിരുന്ന പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞ് 2 മാസക്കാലം ഞാനും നിങ്ങളും ദുആ ചെയ്ത് കാത്തിരുന്ന വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ 10 ദിവസം അള്ളാഹു നമുക്ക് നൽകിയത് സ്വർഗത്തിൽ പോകാനോ പാപം കഴുകാനോ ഒന്നും ആയിരുന്നില്ല. ആദ്യത്തെ 10 ദിവസം അള്ളാഹു നൽകിയത് അള്ളാഹുവിന്റെ കരുണ ആർക്കാണോ വേണ്ടത് അത് വാങ്ങിക്കൊള്ളണം. രണ്ടാമത്തെ 10 നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കഴുകാൻ തന്നു. ഇപ്പൊ അവസാനത്തെ 10 നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിലേക്കുള്ള സീറ്റ് ഉറപ്പിക്കണം. ഇങ്ങനെ 10 ദിവസമായിട്ടാണ് അള്ളാഹു റമളാനിനെ നമുക്ക് നൽകിയത്. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയോ, മഗ്ഫിറത്ത് കിട്ടിയോ, നരകമോചനം നേടിയെടുക്കാൻ കഴിഞ്ഞോ, ഇതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണ് വേണ്ടത്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കും, സിറാജ് ഇപ്പൊ എന്താ റഹ്മത്ത് 10 ദിവസമേ ഉള്ളോ, മഗ്ഫിറത്ത് 10 ദിവസമേ ഉള്ളോ, ഇപ്പൊ എന്തേ കിട്ടില്ലേ എന്ന്. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ, നമ്മുടെ നാട്ടില് കല്യാണ വീട്ട്, ഒരു കല്യാണത്തിന് വിളിച്ച് കല്യാണ വീട്ടിൽ പോയാൽ രാവിലെ 8 മണി മുതൽ ഒരു 10:30 വരെ കാപ്പിയുടെ സമയമാണ്. നല്ല പൊറോട്ടയും സാമ്പാറും ദോശയും ചമ്മന്തിക്കറിയും എല്ലാം കിട്ടും. ഒരു 11 മണി കഴിഞ്ഞ ഉച്ചയ്ക്ക് 3 മണി വരെ നല്ല ബിരിയാണിയുടെ സമയമാണ്. നോമ്പുകാരോട് ഇനി ബിരിയാണിയുടെ കാര്യം പറഞ്ഞെന്നാരും ചിന്തിക്കണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വൈകുന്നേരം 3 മണി കഴിഞ്ഞാൽ പിന്നെ കാപ്പിയുടെ സമയമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാൾ കല്യാണ വീട്ടിൽ 1 മണിക്ക് ചെന്നു, 1 മണിക്ക് ചെന്നിട്ട് പറയുക, എനിക്ക് ആ രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും വേണമെന്ന് പറഞ്ഞ അവര് പോയി അടുക്കളയിലൊക്കെ തെരഞ്ഞു നോക്കും, എവിടെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് തരും. ഇത്ര പരിഗണനയെ ഉണ്ടാകത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ പരിഗണനയല്ലേ ഉണ്ടാകത്തുള്ളൂ. കാരണം നീ ചോദിച്ചത് എപ്പോഴാ? ബിരിയാണിയുടെ സമയത്താ നീ കാപ്പി ചോദിക്കുന്നേ. ഇതൊരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞതാ. ആദ്യത്തെ 10 ദിവസം അള്ളാഹുവിന്റെ കരുണ മാത്രം ചോദിച്ചു വാങ്ങാൻ തന്നു. 2 പാപം കഴുകാൻ 10 തന്നു. ഇപ്പൊ നരകത്തിന്റെ തീയിൽ നിന്ന് കേറി രക്ഷപ്പെട്ടോ, സ്വർഗത്തിൽ ഉറപ്പിച്ചോ സീറ്റ്. ഇതിന് അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ട് ഈ 24 ദിവസം കൊണ്ട് ഞാനും നിങ്ങളും എന്ത് നേടി എന്ന് ഇന്നിവിടെ ഇരുന്ന് ആലോചിക്കണം. നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? നമ്മൾ പട്ടിണി ഇരുന്നത് വെറുതെയാണോ? ഈ റമളാൻ തന്നെ നാളെ നമ്മുടെ മുഖത്തേക്ക് അല്ലാഹു വലിച്ചെറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വെറുതെ ഇരിക്കുന്ന പട്ടിണിയാണോ? നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, ഞാനും നിങ്ങളും പിടിച്ചിരിക്കുന്ന ഈ നോമ്പാകട്ടെ, ഏത് സൽക്കർമ്മമാകട്ടെ, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഈ പരിശുദ്ധമായ റമളാൻ നാളെ നമുക്ക് അനുകൂലമാണോ എതിരാണോ? നാളെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് റമളാൻ മാസം കടന്നു ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിനോട് ചോദിക്കും, നിന്നെ എന്റെ അടിമ എങ്ങനെയാണ് പരിഗണിച്ചത്? ആ സമയത്ത് റമളാൻ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, എന്നെ ഇന്ന രീതിയിൽ പരിഗണിച്ചു, ഞാൻ പോയപ്പോൾ വല്ലാത്ത സ്വീകരണമായിരുന്നു, ഇവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എനിക്ക് ഇവൻ സ്ഥാനം തന്നു. പടച്ചവനെ, നോമ്പ് പിടിച്ചു, തറാവീഹ് നിസ്കരിച്ചു, അങ്ങനെ ദിക്റുകളും ഖുർആനുകളുമായി സദഖകളുമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇവൻ എന്നെ ആദരിച്ചു, എന്നെ ബഹുമാനിച്ചു, എന്നെ പരിഗണിച്ചു. അവസാനം ഞാൻ ഇവന്റെ വീട്ടിൽ നിന്ന് പിരിയുമ്പോ ഇവന്റെ വാപ്പ മരിച്ചപ്പോൾ ഇവനുണ്ടായ വേദന പോലെ, ഇവന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചതിനേക്കാളും സങ്കടത്തോടെ, ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കൾ മരിച്ചാൽ ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകുന്ന വേദനയോടെ, എന്നെ പിരിയാൻ കഴിയാത്ത സങ്കടത്തിലാണ് ഇവൻ എന്നെ യാത്രയാക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാളെ പരിശുദ്ധമായ റമളാൻ മാസം, അല്ലാഹുവേ പടച്ചവനെ, ആ മാസത്തെ ആദരിച്ചവരെ സ്വർഗം കൊടുക്കണേ എന്ന് അല്ലാഹുവിനോട് അവിടുന്ന് ശഫാഅത്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, പടച്ചവനെ, ഒരുപാട് ഈ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ പാപം പൊറുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് പരിശുദ്ധമായ റമളാൻ നമ്മുടെ കൈപിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സന്നിധിയിൽ
കരികിൽ കടന്നു തന്നിട്ടു, അല്ലാഹുവേ ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ? അതോ പടച്ചവനെ ഇവൻ എന്നെ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല, പരിഗണിച്ചില്ല, എനിക്ക് നൽകേണ്ട സ്ഥാനങ്ങൾ നൽകിയില്ല, അതുകൊണ്ട് പടച്ചവനെ ആർക്ക് സ്വർഗം കൊടുത്താൽ ഇവന് കൊടുക്കല്ലേ അല്ലാ എന്ന് നരകമിതള അല്ലാഹുവിനോട് നമുക്ക് എതിരായി റമളാൻ പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഇന്നത്തെ ഇഫ്താറിലും ദുആയിലും പങ്കെടുക്കാമെന്നവരോട് പറയുകയാ, പടച്ചവനെ നബി തങ്ങൾ പറയുന്ന സ്വഹാബാ 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങൾ മാറ്റിവെക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 6 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. 6 കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യണേ. 6 കാര്യങ്ങളിൽ ഒരു കാര്യം ഏതെന്നറിയോ സ്വഹാബാ? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പശ്ചാത്തപിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പാപം ചെയ്ത് കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ തൗബ ചെയ്യൂ. നാളെ ചെയ്യാം, മറ്റേനാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തൗബയെ നീ പിന്തിപ്പിക്കരുത്. കാരണം നബി തങ്ങൾ പറയുകയാണ്, തൗബയെ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. പടച്ചവനെ, കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും നമ്മളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ, പാപം ചെയ്യാത്ത ആരുമില്ല. നമ്മളാരും മലക്കുകളല്ല, നമ്മളാരും മഅസൂമീങ്ങളല്ല, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. ഇവിടെ പടച്ചവനെ 50ഉം 60ഉം 70ഉം 80ഉം വയസ്സുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് നമ്മളോ. നമ്മുടെ കണക്ക് നമുക്കറിയില്ല. പടച്ചവനെ, ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ ഈ 3:15 വരെ ഞാനും നിങ്ങളും ചെയ്ത പാപമുണ്ടല്ലോ, കണക്കെടുക്കാൻ പറ്റുമോ? 80 കൊല്ലത്തെ വേണ്ട, 70 കൊല്ലത്തെ വേണ്ട, 60 കൊല്ലത്തെ വേണ്ട, 50 കൊല്ലത്തെ വേണ്ട, ഒരു ദിവസത്തെ വേണ്ട. രാവിലെ 5 മണി മുതൽ ഈ 3:15 വരെ ഞാനും നിങ്ങളും ചെയ്ത പാപമുണ്ടല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഇന്ന് ഒരു ദിവസം ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വർഷക്കാലം ചെയ്ത പാപത്തിന്റെ കണക്കാർക്ക് പറയാനാ? അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇന്ന് തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നിങ്ങൾ തൗബയെ പിന്തിപ്പിക്കരുത്. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കണം. തൗബ നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. നാളെ ചെയ്യാം, മറ്റേനാൾ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. മരണം എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ആ സമയത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തൗബ പെട്ടെന്ന് ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണ്ടേ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമല്ലോ. ചെയ്യണോ വേണ്ടേ? ചെയ്യണം. അപ്പൊ നിങ്ങളൊക്കെ എപ്പോഴാ മരിക്കുന്നത്? എന്തായാലും മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അപ്പൊ എപ്പോഴാ മരിക്കുന്നത്? അപ്പൊ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. ചിലപ്പോ ഈ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് ഈ കാണുന്ന ആഡിറ്റോറിയത്തിന് പുറത്തിറങ്ങുമോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ കാര്യം എങ്ങനെ?
ഈ ഇരിക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും എൻ്റെ ആകട്ടെ നിങ്ങളുടേതാകട്ടെ ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമോ മയ്യത്ത് കൊണ്ടുപോകുമോ എന്ന് പറയാൻ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാം. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുന്നു, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ല 27-ാം രാവിന് ഉസ്താദെ 27-ാം രാവിന് അന്നൊരു തൗബ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ആലോചിക്കണത് 27-ാം രാവിന് ഇപ്പൊ എന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ? 27-ാം രാവിന് വല്ല പ്രത്യേകതയുണ്ടോ? എല്ലാം കുളിച്ചൊരുങ്ങി 27-ാം രാവിന് പള്ളിയിൽ പോയിട്ട് ഇന്ന് തൗബയ വാളിയ കുളിച്ചൊരുങ്ങിക്കോ പോകാം. കാരണം എന്തേ, അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ് കുളിച്ചൊരുങ്ങി പോകാറുണ്ട്. വാങ്ങാൻ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ ഉണ്ട്, വെള്ളിയ 27-ാം രാവ് വരെ നീ ജീവിച്ചിരുന്നാലല്ലേ ചങ്ങാതി തൗബ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ അങ്ങനെ തന്നെ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഞാൻ വഴുതു പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല, ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. ഒരാമീം പറ മനുഷ്യന്മാരെ, ഇവിടെ 40 പേരിൽ കൂടുതലുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, നോമ്പുകാര. ആരുടെയെങ്കിലും ഒരു ആമീ മതി, ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അല്ലാതെ എൻ്റെ വഴുത് കെട്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കിട്ട് തന്നെയാന്ന്, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത്, ഇനി ഒരാൾ തുണി കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് കഴുകുന്നവന്റെ കയ്യ, തുണിയല്ല. റിയാസ് മന്നാനി ഉസ്താദ് ഉണ്ടല്ലോ ഇവിടെ പഠിച്ച വിദ്യ, ഇവിടെയൊക്കെ ഉസ്താദിന്റെ ഇത്രയും, ഇവിടുത്തെ ഉസ്താദിന് ഇത്രയും വലിയ ശിഷ്യനുണ്ടെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാം. അൽഹംദുലില്ലാ, നല്ല വഴുത് പറയേണ്ട ചങ്ങാതിയ. നിങ്ങൾക്കൊരു സ്ഥാപനം ഇല്ലപ്പാ. അൽഹംദുലില്ലാ, അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോ എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഏറ്റുപറഞ്ഞ് കരഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും എനിക്ക് വേണ്ട. തൗബ ചെയ്യുമോ ഇല്ലേ? ചെയ്യൂന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹുവെ, ഈ കൈപൊക്കിയവര് എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒറ്റ കൈപൊക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്ന് ഈ ഹാഫിളീങ്ങളുടെയും ഈ യതീമായ മക്കളുടെ മജ്ലിസിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ നിന്നോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിരിയുമെന്ന് തീരുമാനിച്ച ഈ കൈപൊക്കിയെ ഞങ്ങളുടെ അവാക്കിബത്ത് നീ നന്നാക്കി തരണേ പടച്ചവനെ. അള്ളാഹുബെ, മരിക്കുന്ന സമയം മലക്കുകൾ സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാനുള്ള ഭാഗ്യം ഈ കൈപൊക്കിയവർക്ക് നീ നൽകണേ പടച്ചവനെ. അള്ളാഹുബെ, സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും ഈ കൈപൊക്കിയെ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ പടച്ചവനെ. ആമീൻ പറ. പൈസ വല്ലതും ചോദിച്ചോ? വീട് എഴുതി തരാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ ആകെ പറഞ്ഞത് നീ ചെയ്ത പാപം ഒന്ന് കഴുകാനാ പറഞ്ഞത്. അതിന് മനസ്സില്ലാത്ത ചങ്ങാതിക്ക് പിന്നെ നമ്മൾ നന്നാകാൻ ദുആ ചെയ്യലല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. തൗബ ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈപൊക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് കൈപൊക്കാനൊക്കെ അറിയാം അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലവാ ഞാൻ പറയണേ. ഇന്നീ മജ്ലിസിലിരുന്നു കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അൽഹംദുലില്ലാ ഇന്ന് കഴുകി കളയാമെന്ന് തീരുമാനിച്ച നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം. ഇത് പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന 5 പ്രതിഫലം എങ്ങനെ? ഇന്നിവിടെ ഇരുന്ന് തൗബ ചെയ്യാൻ തീരുമാനിച്ചില്ലേ? ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ തീരുമാനിച്ചില്ലേ? ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ചവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നോമ്പുകാരന്റെ പ്രതിഫലമല്ല, പടച്ചവനെ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് തൗബ ചെയ്യാ തീരുമാനിച്ചല്ലോ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ,
അതാ നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ് ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, ലാ യലിജുന്നാർ ബകാ മിൻ ഖസിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പള്ളിയിൽ പോകുമ്പോ രണ്ടാമത്തെ ഖുതുബയിൽ പള്ളിയിലെ ഖതീബ് മിമ്പറിൽ നിന്ന് കൊണ്ട് പറയുന്ന മൂന്ന് വട്ടം പറയുകയാ, ആ ഒരു കാര്യം മാത്രം എല്ലാ വെള്ളിയാഴ്ചയും 3 പ്രാവശ്യം പറയുകയാ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ. ആ ഭയാനകമായ നരകമുണ്ടല്ലോ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ ആ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ അദാബുകളെ ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒലിച്ചാൽ അവനെ നരകത്തിൽ കൊണ്ടിട്ടാൽ നരകത്തിന്റെ തീ പോലും അവനെ തൊടില്ല, നരകത്തിന്റെ ശിക്ഷ അവനെ ബാധിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ എന്താണ് നരകമെന്നറിയുമോ? എന്താണ് നരകമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയല്ലോ. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം കടന്ന് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് നബി തങ്ങൾ കടന്നു പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ കവാടങ്ങൾ കടക്കുമ്പോ മലക്കുകൾ കവാടങ്ങൾ തുറന്നുകൊണ്ട് സ്വീകരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. പ്രവാചകന്മാര് നബി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അള്ളാന്റെ റസൂലിനെ ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും കോടാനുകോടി വരുന്ന മലക്കുകള് നബി തങ്ങളെ ആനയിക്കുകയാ, സ്വീകരിക്കുകയാ. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പുഞ്ചിരിയാണ്. നബി തങ്ങൾ ആകാശത്തിന്റെ കവാടങ്ങളെ കടന്ന് ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് നോക്കുമ്പോ ഒരു കാഴ്ച കാണുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു മലക്കു മാത്രം ചിരിക്കുന്നില്ല. ആ മലക്കിനൊരു സന്തോഷമില്ല. തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്, തല പോലും ഉയർത്തുന്നില്ല. പേടിച്ച് വിറച്ചവനെ പോലെ നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീൽ, ആരാണ് ജിബ്രീല്? ആ മലക്കാരാണ് ജിബ്രീല്. യാ റസൂലല്ലാഹ്, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ് നബിയേ. എന്തേ ചിരിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് പോലും നിനക്ക് എന്തേ സന്തോഷമില്ലാത്തത്? ആ സമയത്താണ് മാലിക് എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, ഞാൻ ചിരിക്കുന്നുണ്ട് നബിയേ, പക്ഷേ എന്റെ മുഖത്ത് ചിരി വരുന്നില്ല. ഞാൻ ചിരിച്ചാല് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. എനിക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് ഖിയാമത്ത് നാൾ വരെ കഴിയില്ല നബിയേ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സന്തോഷമില്ലാഞ്ഞിട്ടല്ല, അങ്ങയെ കാണണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു നബിയേ. എന്തുകൊണ്ടാണ്? മരിക്കുന്ന കാലം വരെ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ മുഖത്ത് നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടു പോയത്. അവിടെ നിന്ന് ചിരിക്കാൻ
ഇരിക്കാൻ കഴിയാത്തത് അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടുപോയി നബിയേ. ആ നരകം കണ്ടതുകൊണ്ടാണ് ഇനി മരിക്കുന്ന കാലം വരെ എനിക്ക് ചിരി വരൂല, എനിക്ക് സന്തോഷം വരൂല. അത്രയും ഭയാനകമാണ് നരകം, അത്രയും ഭയാനകമാണ് നരകം. പടച്ചവനെ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ, ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട് അല്ലാഹനെ പേടിച്ച് നടക്കടാ, ഔറത്ത് മറച്ചുകൊണ്ട് നടക്ക്, അഹങ്കാരികളെ പോലെ നടക്കരുത്. ദുനിയാവിലെ തീയുണ്ടല്ലോ, ആ നരകത്തിലെ തീയിലെ 70 അംശമാണ്. പെണ്ണുങ്ങളോട് പറയുന്ന തലമറയ്ക്കണേ, അല്ലാഹനെ പേടിക്കണേ. നരകത്തിൽ കിടക്കുന്നത് അധികം പെണ്ണുങ്ങളാണ്. നിങ്ങൾ അല്ലാഹനെ ഭയന്ന് നടക്കണമെന്ന് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്, ഉസ്താദേ പ്രായമുള്ളവരോട് പറ. ഇന്ന് നരകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചും നരകത്തിന്റെ തീയെക്കുറിച്ചും ഉസ്താദന്മാര് പ്രസംഗിക്കുമ്പോ ചെറുപ്പക്കാര് പറയണത് അത് പ്രായമുള്ളവരോട് പോയി പറ. ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം കൂടിയവരാ, ഞങ്ങളോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് ചോദിക്കുന്നത് എവിടെയാ നരകം ഇരിക്കുന്നതെന്നാ. ഉസ്താദെ, നിങ്ങൾ പറയുന്നത് അല്ലാഹു നരകം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാ. നരകം ഇരിക്കുന്നത് ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? എവിടെ ഇരിക്കണേ? ഈ പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ നിങ്ങളൊക്കെ അല്ലാഹനെ പേടിച്ച് നടക്ക്, തലമറയ്ക്ക്, ശരീരം മറയ്ക്ക്, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങളാ. അപ്പൊ ചോദിക്ക, ഉസ്താദെ എല്ലാരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണ്ടേ? എല്ലാരും അങ്ങ് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ ആരാ പോവാ? നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോക്കോ, ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ പോവാ. നിങ്ങളൊക്കെ എത്ര വഴുതു പറഞ്ഞാലും നമ്മൾ മാറൂല. എന്റെ കുട്ടികളെ ചോദിക്കുന്നത് എവിടെയാണ് നരകമെന്നാ. എന്റെ പൊന്നാര സഹോദരിമാരെ, ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കോ? എല്ലാരും അവരുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ. പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ കൊള്ളുമ്പോ പഠിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് നരകം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ആ നരകത്തെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുവരുമല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിന്റെ മുമ്പിലേക്ക് അല്ലാഹു നരകത്തെ കൊണ്ടുവരുമല്ലോ. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? പടച്ചവനെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ. പടച്ചറപ്പിന്റെ കോടതിയിൽ എല്ലാവരും നിൽക്കുമ്പോ അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ. മാലിക്കേ കൊണ്ടുവരാൻ പറയുകയാ. അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവാ, എല്ലാവരും ഒന്ന് കാണട്ടെ. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കൊണ്ടുവരാൻ പറയുമ്പോ ആ മലക്ക് തന്നെ ചോദിക്കുന്നു, ജിബ്രീൽ എങ്ങനെയാ ജിബ്രീല്, എങ്ങനെയാ കൊണ്ടുവരുന്നത്? ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ കൽപ്പനയാ, അല്ലാഹുവിന്റെ കൽപ്പനയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, തന്റെ അനുയായികളെ വിളിക്കുകയാണ്, മലക്കുകളെ വിളിക്കുകയാണ്. ചങ്ങലയെടുത്തുകൊണ്ടുവാ, ചങ്ങലയെടുത്തുകൊണ്ടുവാ, നരകത്തെ കൊണ്ടുവരാറ്. പടച്ചവനെ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പോയി 70,000 ചങ്ങലയെടുക്കുകയാ. 70,000 ചങ്ങല. പടച്ചവനെ, ചങ്ങലയുടെ വലുപ്പമല്ല, ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോ, ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, കൊളുത്തുകൾ ചേർത്ത് ചേർത്ത് വെച്ചാണ് ചങ്ങല ഉണ്ടാക്കുന്നത്. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ. ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ കാണുന്ന ലോകമുണ്ടല്ലോ, ഈ ലോകത്തിനേക്കാളും വലുപ്പമുണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ, നരകത്തെ ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഓരോ ചങ്ങലയിലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ഇങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരും പരലോകത്തേക്ക്. ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇത് എവിടെയാണെന്ന് ചോദിച്ച ചങ്ങാതിമാരുണ്ടല്ലോ, അവരിങ്ങനെ കാണും ഈ നരകത്തെ. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ
അവര് തന്നെ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്ന, പടച്ചവനെ, നരകം കണ്ടു തമ്പുരാനെ, ആഴം കണ്ടു, വലുപ്പം കണ്ടു, തീ കണ്ടു, എല്ലാം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നരകത്തെ അള്ളാഹു നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. ആ സമയത്ത് അള്ളാഹിനോട് പറയും അത്രേ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാം വിശ്വാസമായി റബ്ബേ, കണ്ടുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു അല്ലാഹുവേ, അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയുന്നു, നമ്മൾ ഈ റമദാനിന്റെ അവസാന 10 ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്ത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴി കരയല. നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ നാളെ അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുമോ എന്നുള്ള ഒരു ഭയമുണ്ടല്ലോ. ആ ഭയന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ലാ യലിജുന്നാർ ബകാമിന ഖസിയത്തില്ലാഹ്. ഒരിക്കലും നരകത്തിന്റെ തീ നിന്നെ തൊടില്ല, ഒരു കാലത്തും അല്ലാഹു നിന്നെ നരകത്തിലിടൂല. എന്നിട്ട് നബി തങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഉദാഹരണ സഹിതമാണ് പറയുന്നത്. ഏതുപോലെ എന്നറിയുമോ? ഹത്താ യറുദ്ദുൽ ലബന ഇലൽ റഈ. ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് കറക്കുകയാണ്, പാത്രത്തിലേക്ക് പാല് കറന്നൊഴിച്ചു. ആ പാത്രത്തിൽ വീണ പാലുണ്ടല്ലോ, അത് അകടിലേക്ക് തിരിച്ചു പോകാത്ത കാലത്തോളം അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞവനെ, നിന്നെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലമെന്ത്? രണ്ടാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖലിയാ വഫാലത ഐനാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? രണ്ടാമത്തെ പ്രതിഫലം എന്താണ്? പടച്ച റബ്ബേ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുകയാണ്. ഖബറിനകത്ത് കിടക്കുന്നവർ, ഭൂമിയുടെ അടിയിൽ കിടക്കുന്നവർ എല്ലാവരും എഴുന്നേൽക്കുകയാണ്. മുക്കുന്നം പള്ളിയുടെ ഖബർസാലിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം മുടിതുണിയില്ലാതെ നഗ്നരായിട്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. റബ്ബേ, ഇന്ന് ഈ ഫാനിന്റെ ചുവട്ടില് നമ്മളിവിടെ ഇരിക്കുമ്പോ, വയല് കേൾക്കാൻ നടന്നു വരുമ്പോ, ഈ 4 മണി സമയത്ത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. വല്ലാത്ത ചൂട്, ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുകയാണ്. വല്ലാത്ത പ്രയാസമാണല്ലോ ഉസ്താദേ, വല്ലാത്ത ചൂടാ, വല്ലാത്ത ചൂടാ എന്ന് പറയുന്ന മുസ്ലിമേ, ഈ 4 മണി സമയത്ത് ആ റോഡിലൊന്ന് ഇറങ്ങി നിന്നാ നീ തളർന്ന് താഴെ വീഴുകയാ. സൂര്യൻ നിൽക്കുന്നത് 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. അതിന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല, വിയർപ്പ് നിനക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിൽ ചൂട് ഇവിടെയൊന്നുമല്ല. ചൂടൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള.
സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. എന്റെ പ്രിയപ്പെട്ടവരെ, ചുമന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടല്ലോ? അത് എങ്ങനെയാണ് ചുമന്ന നിറമായത്? അത് അടുക്കി വെക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? ആ ചൂളയുടെ അടുത്തു പോകാൻ എന്ത് പ്രയാസമാ! ആ ചൂളയൊന്നും ഒന്നുമല്ല വാപ്പാ, ചെറുപ്പക്കാരാ. കടക്കലിൽ നിന്ന് കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ? ആ കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്, കണ്ടിട്ടുണ്ടല്ലോ മോനെ? അള്ളാന്റെ പരലോകത്ത് മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ. പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുന്നത് കാണുന്നവളല്ലേ? എങ്കില് പെങ്ങളെ, അള്ളാടെ കോടതിയില് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ വൈലതാ യാ ഹസ്റതാ എന്ന് നിലവിളിക്കുന്ന ഒരു ദിവസം. ഉടുതുണിയില്ലല്ലോ, ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല, ചെരുപ്പില്ല. ചെമ്പിന്റെ തറയില് 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് ഒരു ചാണ് മുകളില്, തലയുടെ ഒരു ചാണ് മുകളില് അള്ളാഹു സൂര്യനെ ഇങ്ങനെ ഇറക്കുമല്ലോ. ആ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മഹദി ആയിഷ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ ഓടിച്ചെന്നോ ആയിഷാനെ പൊക്കിയെടുത്തു, മടിത്തട്ടിൽ കിടത്തി വെള്ളമെടുത്തു കൊണ്ടുവന്ന് ആയിഷയുടെ വായിലേ കുടിച്ചു കൊടുത്തു. എന്തു പറ്റി ആയിഷ? എന്തു പറ്റി ആയിഷ? യാ റസൂലല്ലാഹ്, അങ്ങ് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ പേടിച്ച് കരഞ്ഞതാണ് നബിയേ. ചെറിയ പ്രായമാണല്ലോ, തളർന്നു കിടക്കുന്ന ഭാര്യയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്, വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്നെ വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? സ്നേഹമുണ്ടോ നബിയേ? ഇഷ്ടമാണ് ആയിഷ, സ്നേഹമാണ് ആയിഷ, നീ എനിക്ക് ജീവനാണ് ആയിഷ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റു പരലോകത്ത് വരുമ്പോ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ മസ്റയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണിക്കുമോ നബിയേ? എന്നെ കൈപിടിക്കുമോ നബിയേ? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ നബിയേ? അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന നബിതങ്ങളെ കരയുകയാണ്. അതുവരെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ടടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാ. എന്തേ നബിയേ? എന്തു പറ്റി നബിയേ? ആയിഷ, വല്ലാത്ത ചോദ്യമായി പോയി ആയിഷ, ഒരു വല്ലാത്ത ചോദ്യമായി പോയി ആയിഷ. പെങ്ങളെ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്നവരല്ലേ നിങ്ങൾ ആ വേദന അനുഭവിച്ചവരാണല്ലോ, അത് വല്ലാത്ത വേദനയാണല്ലോ. എങ്കിൽ എന്റെ പെങ്ങളോട് പറയട്ടെ, അള്ളാഹുവിന്റെ കോടതിയിലെങ്ങാട് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ, ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ഉമ്മാ.
അറിയാതെ പ്രസവിച്ചു പോകും, അറിയാതെ പ്രസവിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, ആയിഷ സലാസത്തുന്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 സ്ഥലമുണ്ട് ആയിഷ, 3 സ്ഥലമുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞാ ഫലാ യദ്കുറു അഹദുൻ അഹദാ, വാപ്പ തിരിഞ്ഞു നോക്കൂല, ഉമ്മ തിരിഞ്ഞു നോക്കൂല, മക്കള് തിരിഞ്ഞു നോക്കൂല, കൂടപ്പറപ്പ് തിരിഞ്ഞു നോക്കൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കില്ല. ആ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു തണലേ ഉള്ളൂ. എവിടെയാണ് തണലെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ. അവിടെ മാത്രമേ തണലുള്ളൂ, അവിടെ മാത്രമേ തണലുള്ളൂ. ആ തണലുള്ള ആ ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, അല്ലാഹു വിവിഐപികളെ വിളിക്കുകയാണ്. 7 വിവിഐപികള്, 7 വിവിഐപികള്. നിങ്ങൾ വെയിൽ കൊള്ളേണ്ടവരല്ല, നിങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടവരല്ല. 7 വിഭാഗം ആൾക്കാരെ അല്ലാഹു വിളിക്കുകയാ. എന്നിട്ട് ഇരിപ്പിടം കൊടുക്കുകയാണ്, സിംഹാസനത്തിന്റെ താഴെ ഇരിപ്പിടം കൊടുക്കുകയാണ്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത് ഐനാ. നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ സദസ്സിലിരുന്നു കൊണ്ട് അള്ളാന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ട് ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെയൊക്കെ കണ്ണിൽ നിന്നൊലിപ്പിച്ച ഒന്ന് കരയാൻ പറ്റുമോ? ഒന്ന് കരയാൻ പറ്റുമോ? ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്നൊലിപ്പിച്ച അല്ലാഹു നാളെ പരലോകത്ത് പടച്ചവനെ എവിടെ വെച്ചാണ് അല്ലാഹു നിന്നെ തിരഞ്ഞെടുക്കുന്നതെന്നറിയോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും സുലൈമാൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും ഈസാ നബിയും എല്ലാ പ്രവാചകന്മാര്, അവരുടെ സമുദായം, അവിടുത്തെ സമുദായം, അല്ലാഹുവിന്റെ പ്രവാചകര്, നബിതങ്ങളുടെ ഭാര്യമാര്, നബിതങ്ങളുടെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ ഈ കൈപൊക്കി അല്ലാഹ് നിന്നെ വിളിക്കുകയാണ്. വാടാ സിറാജ്, വാടാ സിറാജ്. വെയിൽ കൊള്ളേണ്ടവനല്ല, പ്രയാസപ്പെടേണ്ടവനല്ല, നീ എന്നെ ഓർത്ത് കരഞ്ഞവനാ, എന്നെ പേടിച്ച് കരഞ്ഞവനാ. അതുകൊണ്ട് വറജുലുൻ ദക്കറല്ലാഹു ഖാലിയാ വഫാലത് ഐനാ. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പേര് ഇവിടെ ഇരിക്കണം. ഈ സ്റ്റേജിനകത്ത് കയറിയിരിക്കാൻ ആരെ കൊണ്ടും പറ്റും? നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ ഇവിടെ കയറിയിരിക്കാം, ഒന്നും വേണ്ട. പക്ഷെ ഇതിലൊന്നും കാര്യമില്ല. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ സമുദായവും എല്ലാവരും നിൽക്കുന്ന അള്ളാന്റെ കോടതിയിൽ അല്ല വിളിക്കും ഓരോന്നിനെ. വാ ആയിഷ, വാ ഖദീജ, വാ സിറാജ്, വാ അബൂബക്കറെ, നീ വാ, നീ നിൽക്കേണ്ടവനല്ല, വാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ താഴെ അള്ളാഹു ഒരു സ്ഥാനം കൊടുക്കും 7 പേർക്ക്. 7 പേർക്ക്. ആ 7 പേരിൽ ഒരാൾ ആരെന്നറിയുവോ? ഇന്നിവിടെ ഇരുന്ന് കരയുന്നവനാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.
അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം അവരാ 3 അസർ നിസ്കരിച്ചിട്ടില്ല, നിർത്തണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 3 പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ടാ? നോമ്പ് പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന അവസ്ഥ എന്താന്ന് നമുക്ക് അറിയത്തുള്ളൂ. നോമ്പ് പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതിന്റെ അവസ്ഥ എന്താണ് നമുക്ക് അറിയത്തുള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാരും ഇപ്പൊ എങ്ങനെയാണല്ലോ കാലങ്ങള്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. മാഷാ അല്ലാഹ്, പേടിയാ ലൈവൊക്കെ, ഒന്നും പറയാൻ പറ്റാത്ത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, 3ാമത്തെ വിഭാഗം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന 3ാമത്തെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബിതങ്ങൾ പറയാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാരും അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാ. ഒരാളെ ഇങ്ങനെ നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നുണ്ട്. നരകത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ ദുനിയാവിൽ വെച്ച് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ഈ മജ്ലിസിലിരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ ആ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീര് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഇത് വരും. നബിതങ്ങൾ പറയാ, ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു. ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ കണ്ണുനീര് പറയുകയാ, അള്ളാഹു ഇവനെ നരകത്തിലിടാൻ പറ്റൂല, ഇവനെ നരകത്തിലിടാൻ പറ്റൂല. ഇവൻ നിന്നെ ഓർത്തുകൊണ്ട് ഭയന്നുകൊണ്ട് കരഞ്ഞവനാ, ഇവൻ നിന്നെ ഭയന്നുകൊണ്ട് കരഞ്ഞവനാ, ഇവനെ നരകത്തിലിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണുനീര് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു തുള്ളി കണ്ണുനീര് മതി നമുക്ക് സ്വർഗത്തിൽ പോകാൻ. നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോട് ചിരിക്കാൻ പറഞ്ഞാൽ മതി, നിങ്ങളൊക്കെ ചിരിക്കും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ചിരിക്കാൻ പറഞ്ഞാൽ എല്ലാരും ചിരിക്കും. എന്നാ കരയാൻ പറഞ്ഞാൽ കരയാൻ പറ്റുമോ? ഇല്ല. ഒരാളോട് ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, കരയാൻ പറഞ്ഞാൽ നമ്മളിൽ അധികം പേർക്കും കരയാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കരയണം 5 സമയങ്ങളിൽ. 5 സമയങ്ങളിൽ കരയണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 സമയങ്ങളിൽ കരയണം. നമ്മൾ കരയാൻ പാടില്ലാത്ത സ്ഥലത്ത് മുഴുവനും കരയും. മരിച്ച വീട്ടിൽ പോയിരുന്ന് നെഞ്ചത്തടിച്ച് കരയും. കരയാൻ പാടുണ്ടോ? കരയാൻ പാടുണ്ടോ? രോഗിയുടെ ചാരത്ത് പോയിരുന്ന് കരയാൻ പാടുണ്ടോ? നമ്മൾ മരിച്ച വീട്ടിൽ പോയിരുന്ന് നിലവിളിച്ച് കരയും. ഒരു ക്യാൻസർ രോഗം, ഞാൻ ഈ അടുത്തൊരു അനുഭവം പറയാം. ഈ അടുത്ത് കിഡ്നി രോഗിയായ ഒരാളെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട അവസ്ഥയിലാണ്. കാണാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ ഒരു മറുപടി, നമ്മളൊക്കെ ഈ രോഗികളെ കാണാൻ പോകും. രോഗികളെ കാണാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുക്ക പോയിരുന്നിട്ട് പറയും, ഓ കിഡ്നിയൊക്കെ മാറ്റി വെക്കണോന്ന് പറഞ്ഞില്ലേ? എന്റെ കുടുംബത്തിൽ ഒരു സഹോദരന്റെ കിഡ്നി മാറ്റി വെച്ചു, പക്ഷെ ഫെയിലായി പോയി, മരിച്ചുപോയി. ആരോടാ പറയണേ? ആരോടാ പറയണേ? കിഡ്നി രോഗിയായി മാറ്റിവെക്കാൻ കിടക്കുന്നവന്റെ അടുത്ത് പോയിരുന്നിട്ട് പറയാ, 33 വയസ്സുണ്ടായിരുന്നു, കിഡ്നി മാറ്റിവെച്ചു, ഫെയിലായി പോയി, മരിച്ചുപോയി. ആരോടാ പറയണേ? രോഗം പിടിച്ച് കിടക്കുന്നവൻ. അവനെ എങ്ങനെയെങ്കിലും കൊല്ലാനാ നമ്മൾ നോക്കണത്. സത്യത്തിൽ അവന്റെ അടുക്ക പോയിട്ട് അവന്റെ മനസ്സിന് ധൈര്യമുണ്ടാകുന്ന, ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാ. രോഗം പിടിച്ചവന്റെ അടുത്ത് പോയിരുന്ന കരയും, വല്ലവന്റെ സങ്കടം കേട്ടാ കരയും. കരയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവനും നമ്മൾ കരയും. എങ്കിലും നബിതങ്ങൾ പറഞ്ഞു, 5 സമയങ്ങളിൽ കരയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5 സമയങ്ങളിൽ കരയണം. ആ 5 സമയം ഞാൻ പറയണില്ല, ഒരു സമയം പറയാം. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയം നിങ്ങൾ കരയണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയം നിങ്ങൾ കരയണം. ഉസ്താദന്മാര് ഷോ കാണിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചേ. ഈ ദുആ ചെയ്യണ സമയത്തൊക്കെ ഉസ്താദ് കരയുമ്പോ ഷോ കാണിക്കുവാന്ന് നമ്മൾ കരുതിയേ അല്ല. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നീ കര. നിനക്ക് കരച്ചല് വരുന്നില്ലേ? നിനക്ക് കരച്ചല് വരുന്നില്ലേ? അഭിനയിക്കുക. നബിതങ്ങൾ പറയാ, നീ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഉറക്കെ പറഞ്ഞ റസൂലുള്ളാഹി. നബിതങ്ങൾ പറയുന്നു, ദുആ ചെയ്യുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ നീ കരച്ചല് വരുന്നില്ലേ, അഭിനയിക്ക്. അതിനും നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നരകവാസികൾ കരയും, നരകത്തിൽ കിടക്കുന്നവര് കരയും. മഴ പെയ്യുന്ന സമയത്ത് ഓടയിലൂടെ വെള്ളം പോകും, റോഡിലൂടെ വെള്ളം ഒഴുകും, ഒരടയാളം കാണാം. വെള്ളം ഒഴുകിപ്പോയതിന്റെ ഒരടയാളം കാണാം. നബിതങ്ങൾ പറയുന്നു, നരകവാസി കരഞ്ഞ് കരഞ്ഞ് അവന്റെ മുഖത്തൊരു ചാല് കാണാം. കണ്ണുനീര് ഒരടയാളം, ഒരു ചാല് കാണാം. എന്നിട്ടോ കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നാൽ അവന്റെ കണ്ണിലൂടെ രക്തമൊഴുകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. കരച്ചൽ വരാത്തവർ അഭിനയിക്കണം. അങ്ങനെ കരഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ TV കണ്ടിട്ട് കരയും, സീരിയൽ കണ്ടിട്ട് കരയും, സിനിമ കണ്ടിട്ട് കരയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കരയും. ആവശ്യമുള്ള ഒരു സമയത്തും നമ്മൾ കരയാറില്ല. ദുആ ചെയ്യുമ്പോൾ കരയുന്ന ആരാ ഉള്ളത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സീരിയൽ കണ്ടിട്ട് ഉമ്മ മൂക്ക് പിഴി, പാപം. അല്ലാഹുവേ പടച്ചവനെ, മൂക്ക് പിടിച്ചല, കരച്ചല. ആകാശദൂതം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അത് കരയാതെ കാണുന്നവന് സമ്മാനം വരെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇതെന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് കണ്ട് കരയും. ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് കരയണം നിങ്ങളൊക്കെ. ഇന്ന് എല്ലാവരും ദുആ ചെയ്യുന്ന സമയം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് കരയണം. കരഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയും? അള്ളാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, ആ കണ്ണുനീര് നാളെ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യും. ദുആയ്ക്കൊന്നും കുറവില്ലെന്നേ, എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, ഉത്തരവില്ലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. തൗബയ്ക്ക് വല്ല കുറവുണ്ടോ? എന്നും ദുആ ചെയ്യലെന്നെ, എന്നും എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ഒരു പ്രയോജനമില്ലാത്ത തൗബ. കാക്കയുടെ തൗബ പോലെ നമ്മൾ ചെയ്യണത്. കാക്കയുടെ തൗബ പോലെ ആകരുത്. ഇവിടെ ദുആ ചെയ്യുമ്പോൾ ആ ദുആയ്ക്ക് ഒരു ഇഖ്ലാസ് ഉണ്ടാകണം. ആമീൻ പറയുന്നവന് ഒരു ഇഖ്ലാസ് ഉണ്ടാകണം. നിങ്ങൾ ആലോചിക്കേ, ഇന്നങ്ങനെ മനുഷ്യന്മാരോട് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ആമീൻ പറയാൻ ആരാ ഉള്ളേ? സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ചമ്മണം കൂട്ടിയിട്ടിരിക്കുക, ഇലയിട്ട് വിളമ്പിയാൽ മതി. കൈപോലും ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ നമ്മളിൽ പലർക്കും മടിയാ. സത്യം പറഞ്ഞ പള്ളിയിലെ ഉസ്താദ് തന്നെ ചിന്തിക്കും, ആർക്കു വേണ്ടിയാ അല്ലാഹ് ഞാൻ ഈ ദുആ ചെയ്യണേ? കാരണം എന്തേ? ആരും മിണ്ടുന്നില്ല. ഇനി ആമീൻ പറഞ്ഞാലോ? ഉസ്താദ് ഒരിക്കൽ പള്ളി ദുആ ചെയ്യുന്നുണ്ട്. ദുആ ചെയ്യുന്ന സമയത്ത് ആരോ ഉറക്ക ആമീൻ പറയുന്നു. ആമീൻ ആമീൻ ആമീൻ. ഉസ്താദ് പറയണം, അല്ലാഹ് നരകത്തിന്ന് കാക്കണേ അല്ലാഹ്, ആമീൻ. നല്ല മരണം തരണേ അല്ലാഹ്, ആമീൻ. ഉസ്താദ് എന്നെ ആലിക്ക, ആരാ അല്ലാഹ് ഈ ആമീൻ പറയണേ? ആദ്യമായിട്ട് പള്ളിക്കകത്ത് ഇത്രയും ശബ്ദത്തിൽ ഒരു ആമീൻ കേൾക്കണത്. ഉസ്താദ് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് ഒരു സഹോദരൻ രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയുന്നുണ്ട്. ഉസ്താദിന് വലിയ സന്തോഷമായി. ഉസ്താദ് ആ ചങ്ങാതിയെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഈ ആമീൻ പറയുന്ന ചങ്ങാതിയെ നല്ലതുപോലെ നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട് ലോട്ടറി. നാളെയാണ് കാരുണ്യയുടെ ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടാ ഇവ ആമീൻ പറയുന്നത്. എന്താ ആമീൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചുമ്മാതെ കടന്ന് തൗബ ചെയ്തിട്ട് കാര്യമില്ല. 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ദുആ ചെയ്യണമെന്നുമില്ല. ഒരു വാക്കുമതി. ഒരാളുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കാൻ ഒറ്റ വാക്കുമതി. അല്ലാഹ് എനിക്ക് നീ പൊറുത്തുതാ, അസ്തഗ്ഫിറുല്ലാഹ് മതി. ആ പറയുന്ന വാക്ക് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? എങ്ങനെയാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത് എന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുക. ഉമർ തങ്ങൾ രാത്രിയിൽ ഇറങ്ങി നടക്കും. രാത്രി കാലങ്ങളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇറങ്ങി നടക്കും തന്റെ അനുയായികളെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ ഉമർ തങ്ങളും കണ്ടു, ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു. രണ്ടുപേരും പരസ്പരം കണ്ടു. ആ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. 2 കുപ്പി കള്ളും പിടിച്ചുകൊണ്ട് രാത്രി നടന്നു വരുമ്പോഴാ ഖലീഫയായ ഉമർ വരുന്നത്. ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, ഇന്നത്തോടെ തീർന്നു എന്റെ കാര്യം. ഉമർ എന്ന് പറഞ്ഞ കരുണ കാണിക്കാത്ത ചങ്ങാതിയാ.
ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഉമർ എന്നെ പിടിച്ച എന്റെ കാര്യം പോക്ക. ഈ മനുഷ്യന് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഇദ്ദേഹം നല്ല ഒരാളാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ കോലമൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല ഒരു മനുഷ്യനാണെന്നാ കരുതിയിരുന്നേ. പക്ഷെ കള്ളും പിടിച്ചുകൊണ്ട് വരികയാ. ഈ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഇദ്ദേഹം 2 കണ്ണും അടച്ചു പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് പാപവാ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ കള്ള് കൈകൊണ്ട് പോലും ഞാൻ ഇനി തൊടൂല. എന്താ പറഞ്ഞേ? അല്ല, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഇനി മരിക്കുന്ന കാലം വരെ കുടിക്കുന്നത് പോയിട്ട് തൊടുക പോലും ഞാൻ ചെയ്യില്ല. ഇത് പറഞ്ഞു തീർന്നിട്ട് കണ്ണു തുറന്നപ്പോ ഉമർ തങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇത് പറഞ്ഞു തീർന്നിട്ട് കണ്ണു തുറക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ നിൽക്കുന്നുണ്ട്. സലാം പറഞ്ഞു, മടക്കി. എന്താ കയ്യില്? ഉമർ തങ്ങൾ ഒറ്റ ചോദ്യം, നിന്റെ കയ്യിൽ എന്താ? ഈ 2 കുപ്പി കള്ളും കയ്യിൽ പിടിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ പറഞ്ഞു തുറക്കാൻ. വേടിച്ചു തുറന്നു നോക്കിയപ്പോ ആ കള്ള് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ഇദ്ദേഹം പറഞ്ഞ വാക്ക് അത്രയും ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാ, ഞാൻ ചെയ്തത് തെറ്റാ. ഇന്ന് എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ തൊടൂല. ഇനി എന്റെ കൈ കൊണ്ട് പോലും തൊടൂല. നിമിഷം നേരം കൊണ്ട് ആ കള്ള് സുറുക്കയായി മാറി എന്ന ചരിത്രം പഠിപ്പിക്കുകയാ. 2, ആ മനുഷ്യൻ എന്ത് ധൈര്യത്തിലാണോ പറഞ്ഞത് ഇത് സുറുക്കയാണെന്ന്? ആ മനുഷ്യൻ എന്ത് ധൈര്യത്തിലാ പറഞ്ഞേ? അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. എന്റെ റബ്ബെന്നെ കൈവിടൂല. ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആ മനുഷ്യൻ പറഞ്ഞത്. തൗബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. അതിന് മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ 2 കൈയും ഉയർത്തിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പാപമാണ്, പടച്ചവനെ പുറത്തു തരണം, ഇതെന്റെ തൗബയ, ഇനി ചെയ്യില്ല. ഈ ഒരൊറ്റ വാക്കുമതി. ആ പറയുന്നത് ഇഖ്ലാസുള്ള ഒരു പറച്ചലാണോ? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരികയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയണം. എന്തിനാ തൗബ ചെയ്യാൻ പറയുന്നത്? ചുമ്മാതെയല്ല സഹോദരാ. തൗബ ചെയ്യാൻ പറയുന്നത് എന്തിനെന്നറിയോ? ഇന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ഒരു അടിമയെ ശിക്ഷിക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എന്നെ ഒന്ന് ശുദ്ധീകരിക്കൂ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാ. റസൂലുള്ളാഹ് പറയുന്നു, പോ മായിസ്. കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാണ്. കാരണം കേൾക്കാഞ്ഞിട്ടല്ല, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് പോയി തൗബ ചെയ്യട്ടെ. മായിസിനെ പറഞ്ഞു വിടുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹു പോയി. വീട്ടിൽ ചെന്ന് സമാധാനമില്ല. 2ാമതും വന്നു, യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. സ്വഹാബത്തിനോട് പറയുന്ന കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. സ്വഹാബികൾ പറഞ്ഞു, മായിസ് കള്ള് കുടിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാ നബിയേ. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമമെന്ന് എനിക്കറിയാ. എന്നിട്ടും ഇവരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ടിട്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് ഏറ്റു പറയാനുള്ള കാരണം
എന്തെന്നറിയോ? എനിക്ക് അല്ലാഹനെ പേടിയാ, നരകം പേടിയാ. അല്ലാഹുടെ മുമ്പിൽ ഒരു വ്യഭിചാരിയെ പോലെ എനിക്ക് ചെന്ന് നിൽക്കാൻ പേടിയാണ് നബിയേ. നരകത്തിന്റെ തീ എനിക്ക് പറ്റില്ലല്ലോ. അവിടെ മരണമില്ലല്ലോ, ഇവിടെ മരണമുണ്ടല്ലോ, ഇവിടെ അവസാനമുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ അല്ലാഹു നാളെ എന്നെ രണ്ടാമത് ശിക്ഷിക്കില്ലല്ലോ നബിയേ. അല്ലാഹു കരുണ കാണിക്കുമല്ലോ. മായിസ് അവിടെ നിന്ന് ഏറ്റു പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എറിഞ്ഞു കൊല്ലാ പറയുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിയുകയാ, കല്ലെടുത്ത് എറിയുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ മായിസ് ഓടുകയാ, മായിസ് ഓടുകയാ. കുറച്ച് കഴിഞ്ഞു സ്വഹാബികൾ നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു സമയം കഴിയുമ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അറിയാതെ ഓടിപ്പോയതാ നബിയെ, മരണവെപ്രാളത്തിൽ ഓടിപ്പോയതാ നബിയെ. ഒരു കുടിയെടുത്തിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയെ. ഓടണമെന്ന് വിചാരിച്ചാലും പറ്റില്ലല്ലോ. മായിസ് തങ്ങളെ എറിഞ്ഞു കൊല്ലുകയാണ്. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരികയാ. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് സ്വഹാബികൾ പറയുകയാ, വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറാ. അവര് മായിസിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നെന്നറിയുമോ? സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ. മായിസിന്റെ തൗബയോളം ഇനിയൊരു തൗബയില്ല. മായിസിന്റെ തൗബയോളം വലിപ്പമുള്ള ഒരു തൗബ ഇനിയില്ല. മായിസ് സ്വർഗത്തിലാ സ്വഹാബാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരുപാട് പാപം ചെയ്തില്ലേ, ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ. പാപ്പാ ചുമന്നുകൊണ്ട് നടക്കരുത്. അല്ലാഹുവോട് പറ, ഇത് പൊറുക്കുന്ന മാസമാ, ഇത് മായിച്ചു കളയുന്ന മാസമാ, അല്ല പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാ. നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുമ്പിൽ കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും വൃത്തികേടുകൾ ചെയ്തതും അല്ലാഹനെ മറന്ന് നടന്നതും ഒന്ന് പറയാനുള്ള മനസ്സല്ലേ വേണ്ടത്? പെങ്ങളെ, പാപങ്ങൾ പറയണേ പെങ്ങളെ. ആരെ പോലെയെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ഗർഭിണി കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഗർഭിണിയായ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ്, അതാ എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ് അത് ജാരസന്തതിയാണ് നബിയേ, വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് പ്രസവിച്ചിട്ട് വരാറ്, പ്രസവം കഴിഞ്ഞു വരാറ്. എന്തിനാണ് പറഞ്ഞു വിട്ടത്? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാ ഉമ്മയ്ക്ക് ജീവിക്കാൻ മോഹം തോന്നുമല്ലോ, ആഗ്രഹം തോന്നുമല്ലോ, മനസ്സു മാറുമല്ലോ. തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു വിട്ടു. പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞുമായി ലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്ത് വരികയാ. യാ റസൂലല്ലാഹ്, പ്രസവം കഴിഞ്ഞു നബിയേ, എന്നെ ശുദ്ധീകരിക്ക് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, പാല് കൊടുക്ക്, കുഞ്ഞ് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോ വാ. നബി തങ്ങൾ പിന്നെയും പറഞ്ഞു വിട്ടു. ആ കുഞ്ഞിന്റെ ചിരി കണ്ട, ആ കുഞ്ഞിന്റെ മുഖം കണ്ട പെറ്റ ഉമ്മയുടെ മനസ്സു മാറുമല്ലോ. ആ പെണ്ണിന്റെ മനസ്സു മാറിയില്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പില് കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിൽ ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നു നബിയേ.
ഇനിയെങ്കിലും എന്നെ ശുദ്ധീകരിക്ക്. ഇതിനാടോ തൗബ എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്. കരയാൻ പറ്റുന്നില്ലേ? കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കു പെങ്ങള്, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്ക്. കണ്ണ് നനയ്ക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉദാഹരണം പറയുകയാ, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് നന്മയും തിന്മയും തൂക്കുകയാണ്. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കി തിന്മയുടെ ഭാരം കൂടുകയാണ്. ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ, ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന ഒരു രോമമുണ്ടല്ലോ, അല്ലാഹുവോട് പറയുന്നു, അല്ലാ എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ, എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ. ആരാ പറയുന്നത്? കണ്ണിലെ ഒരു രോമമാണ്, കൺപീലിയിലെ ഒരു രോമമാണ്. അല്ലാഹു അനുവാദം കൊടുത്തു. ആ കൺപീലി പറയുന്നു, നാഥാ ഒരിക്കൽ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ, നിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു റബ്ബേ. കരഞ്ഞില്ല, കണ്ണുനീര് വീണില്ല, ഒരു രോമമേ നനഞ്ഞുള്ളൂ, ഒരേ ഒരു രോമമേ നനഞ്ഞുള്ളൂ. ഒരു രോമം നനയുന്ന രീതിയിൽ ആ മനുഷ്യന്റെ കണ്ണൊന്ന് കലങ്ങിയപ്പോ ഒരു രോമം നനയുകയാണ്. ആ രോമമാണ് അല്ലാഹുവോട് പറയുന്നത്, നാഥാ ഇവനെ നരകത്തിലിടല്ലേ അല്ലാ, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ആ കണ്ണിലെ ഒരു രോമം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റമളാൻ വിട പറയുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ 25ാമത്തെ നോമ്പ് പിടിച്ച് ഹാഫിളീങ്ങൾ ഇരിക്കുന്ന മജ്ലിസാണ്, യതീമായ മക്കൾ ഇരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹുവേ, ഒരുപാട് ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഇരിക്കുന്ന മജ്ലിസില് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് 2 കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ പോകുകയാണ്. ആരൊക്കെയാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്? ആരൊക്കെയാണ് വീടെത്തുന്നത്? അറിയില്ല സഹോദരാ. നാളെ നോമ്പ് പിടിക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവോട് പശ്ചാത്തപിച്ചു മടങ്ങാം, അല്ലാഹുവിനോട് പാപങ്ങൾ കഴുകിയിട്ട് മടങ്ങാം. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് ദുആ ചെയ്തിട്ട് പിരിഞ്ഞ, ഇന്ന് ദുആ ചെയ്തിട്ട് പിരിഞ്ഞ നീ കള്ള് കുടിച്ചവനാണോ? കുഴപ്പമില്ല. വ്യഭിചരിച്ചവനാണോ? കുഴപ്പമില്ല. പടച്ചവനെ നിസ്കരിക്കാത്തവനാണോ? ഭർത്താവിനെ വഞ്ചിച്ചവളാണോ? ഭാര്യ വഞ്ചിച്ചവനാണോ? നീ എത്ര വലിയ പാപം ചെയ്താലും പേടിക്കണ്ട. എത്ര വലിയ കൊടും പാപം ചെയ്താലും എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അള്ളയുണ്ടല്ലോ, പടച്ച റബ്ബുണ്ടല്ലോ. ആരാ അള്ളയെന്നറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നമ്മുടെ അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. പിഞ്ചു പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയ ഉപ്പമാർക്ക് പുറത്തു കൊടുത്തവനാ. എന്തിനാ? പള്ളിപ്പറമ്പിൽ കടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ. പേടിക്കണ്ട മക്കള്, അല്ലാഹു പറയുകയാ, പറഞ്ഞു കൊടുക്ക് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ. എന്നോട് പറയാൻ പറ, എന്നോട് ചോദിക്കാൻ പറ. മടി വേണ്ട, മടി വേണ്ട, ഒരു നാണവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട. അല്ലാഹുവിന്റെ മുമ്പിൽ പറയാനുള്ളത് എണ്ണി എണ്ണി പറഞ്ഞോ. ഇനി അവസരം കിട്ടണമെന്നില്ല, അല്ലാഹു തരുന്ന ഒരു ചാൻസാ.
പറയാനുള്ളത് മുഴുവനും ഇന്ന് ഈ യതീംഖാനയുടെ മുമ്പിൽ, ഈ ഹാഫിളീങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇവിടെ ഇരുന്ന് റബ്ബിനോട് പറഞ്ഞിട്ട് പിരിഞ്ഞോ. ചുമ്മാതെ പറയല്ലേ, ചുമ്മാതെ പറയല്ലേ. എങ്ങനെ പറയണമെന്നറിയോ, എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളഹാനോട് പറയുമ്പോ എങ്ങനെ പറയണം? ചുമ്മാതെ പുറത്താ കാര്യമില്ല. ഇപ്പൊ അസ്തഗ്ഫിറുല്ലാ പറയണില്ലേ? അസ്തഗ്ഫിറുല്ലാ എന്ത് കാര്യം? പറയുമ്പോ അള്ളഹാനോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറയണം, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറയണം, പാപം ചെയ്തെങ്കിൽ പാപം ചെയ്യുന്ന പറയണം. എന്നിട്ട് അള്ളഹാനോട് പറയണം, പടച്ചവനെ നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അള്ളാഹുവെ നിന്നെക്കാളും പാപം പൊറുക്കണ ഒരാളും ഈ ലോകത്തില്ല. പടച്ചോനെ ഞാൻ പറ്റിപ്പോയി റഹ്മാനെ, ശൈത്താൻ ചതിച്ചതാ, ഈ ദുനിയാവെന്നെ വഞ്ചിച്ചതാ, സാഹചര്യം കൊണ്ട് ചെയ്യിപ്പിച്ചതാ അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു തരണം. ഇനി ചെയ്യൂല, ഇനി ഒരു കാലത്ത് ഞാൻ ചെയ്യൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റബ്ബിനോട് പറയുമ്പോ പറയണം, അള്ളഹാനോട് പറയേണ്ട ഒരു കാര്യം. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാണ്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, ദുആ ചെയ്യുമ്പോൾ പറയണമെന്ന് പറയാനുള്ള കാരണം, നമ്മളൊക്കെ റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാ, കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാ. അപ്പോഴാ ഒരാൾ റൂമിലേക്ക് വന്നു, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. കണ്ട ഉടനെ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓഫാക്കി വെക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓഫാക്കി വെക്കൂലേ? ഒരു സാധാരണ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിച്ചിട്ട് ഓഫാക്കുന്നു. എന്നാ എന്നെയും നിന്നെയും പടച്ച അല്ല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അള്ളാഹെ നമുക്ക് പേടിയില്ല, അള്ളാനെ നമുക്ക് പേടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് വരുന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും നമ്മളിൽ പലരും അള്ളാന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാ, അള്ളാഹുവിനോട് പറയുമ്പോൾ ഓരോന്നും ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഇന്നത്തെ മജ്‌ലിസിലെ ദുആ നീ സ്വീകരിക്കണം പടച്ചവൻ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. അരക്കയ്യന്മാരുണ്ട്, അരക്കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹമുള്ളവര് അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പൊ അള്ളഹാനോട് എല്ലാരും അള്ളഹാനോട് പറഞ്ഞു, പടച്ചവനെ നല്ല മരണം താ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് തന്നെ നിങ്ങൾക്കറിയില്ല. ഞാൻ ഓർമ്മപ്പെടുത്താം എന്താ ചോദിച്ചതെന്നറിയോ? അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, പടച്ചവനെ എനിക്ക് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്ത് ഷഹീദിനെ പോലെ തൗബ ചെയ്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 10 കാര്യങ്ങളാണ് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചത്. ഞാൻ ഉദാഹരണം ചോദിക്കാം. ഈ പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നപ്പോ കൈ കാണിച്ച് ചാടി കയറി. എന്നിട്ട് സീറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് അള്ളഹാനോട് പറയുക, പടച്ചോനെ എന്നെ നീ കടക്കലിൽ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ എത്തുവോ? സത്യം പറ, എത്തുമോ? ദോഫാക്കിക്കപ്പ എത്തുവോ? പറ. കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് കടക്കലിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്തുവോ? ഉറക്കെ പറ, എത്തുവോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഒരു നന്മ പറ, ഒരെണ്ണം പറ. എന്തെങ്കിലും
അള്ളാഹു ഞാൻ ചെയ്ത ഈ നന്മ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ദിക്റോ ഒരു റക്അത്തോ എന്തെങ്കിലും അള്ളാഹു ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയെങ്കിലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പിന്നെ അള്ളാഹിനോട് പറയുക, എനിക്ക് നല്ല മരണം വേണം, അള്ളാഹ് കടക്കലിലെത്തും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്ത് കണ്ടോണ്ടാ ഞാനും നിങ്ങൾ നടക്കണേ? ഇന്ന് ഈ വയല് കഴിഞ്ഞ് ഇറങ്ങണ ഈ സമയത്തെങ്ങും മരിച്ചുപോയാ എന്താ നിനക്ക് അള്ളാഹ് ഈമാനുള്ള മരണം തരാ? നീ എന്താ ചെയ്തു വെച്ചിട്ടുള്ളേ? ആ ഓർമ്മ എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. ആ ഒരു ചിന്ത നമുക്കില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എടോ ഒരു നല്ല മരണം കിട്ടാൻ 1000 നന്മ ഒന്നും ചെയ്യണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്ക്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു നന്മയെങ്കിലും ഉണ്ടാകണം. ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും മക്കൾക്കറിയോ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരെങ്കിലും മരിച്ചുപോയാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ? ഇല്ല. അതിന് നാട്ടുകാർ വേണം, അതിന് നാട്ടുകാർ വേണം. ഉമ്മ, നീ നിന്റെ മോളെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നല്ലോ. ഉമ്മ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിൽ അവക്കറിയോ? അറിയത്തില്ല. അതിന് പ്രായമുള്ള തള്ളമാര് വേറെ വേണം. അപ്പൊ നീ എന്തിനാ ഇതിനെ വളർത്തുന്നേ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇതിനെ വളർത്തുന്നേ? ഈ മക്കളെ വളർത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഇവിടുത്തെ പള്ളിക്കകത്ത് നിങ്ങളുടെ ജനാസ കൊണ്ടുവച്ചു. ഉസ്താദ്, നിങ്ങൾ മാറി നിൽക്ക്, ഞാൻ നിസ്കരിക്കാൻ ഉപ്പാടെ മയ്യത്ത്. ധൈര്യം ഉണ്ടോ? 4 തക്ബീറല്ലേ ഉള്ളൂ. പേടിയാ നമ്മുടെ മക്കൾക്ക്. ഞാൻ ചോദിക്കുന്നത്, പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോകുമ്പോ ആ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാനെങ്കിലും നമ്മുടെ മക്കൾക്ക് അറിയോ? അറിയുന്നവന് സമയമുണ്ടോ സഹോദര? ഇല്ല. ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും മക്കളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. പഴയ കാലമൊന്നുമല്ല. ഇന്ന് സ്വന്തം അച്ഛനെ മക്കൾ തന്നെ കൊല്ലുകയാ. വിഷം കലർത്തി കൊല്ലുന്നില്ലേ? ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കളെ മക്കൾ തന്നെ കൊല്ലുക. ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു, പാലക്കാടാണെന്ന് തോന്നുന്നു, 40ഓളം മാതാപിതാക്കൾ രോഗികൾ കൊണ്ടുപോകാൻ ആളില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അർഹരാരാ? എത്രയോ യതീമായ പെൺകുട്ടികൾ പഠിക്കുന്നു, പാപ്പയില്ല, പാപം. അള്ളാഹു അവരുടെയൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആരാരുമില്ലാത്ത മക്കൾ, ആ കൊച്ചു കുട്ടികളുടെ വില എന്തെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത്, ഈ യതീമായ മക്കളുടെ വില നിങ്ങൾക്കറിയോ? ഒരാള് ഹജറുൽ അസ്വദ് മുത്തിയാൽ അവൻ ഇഖ്ലാസോടുകൂടിയാണ് മുത്തുന്നതെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഹജറുൽ അസ്വദ് ആരെങ്കിലും മുത്തിയിട്ടുണ്ടോ? നമ്മളെല്ലാം ഇപ്പൊ മക്കത്ത് പോയാൽ മുത്താൻ പറ്റുമോ? പറ്റൂല. ഹജറുൽ അസ്വദിൽ ഒരാൾ മുത്തം വെച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും ആ കല്ല് വലിച്ചെടുക്കുന്ന. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മക്കത്ത് പോയി ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി ഇപ്പം പറ്റാത്തവരുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറയാം. നിങ്ങളുടെ പാപം പൊറുക്കാനുള്ള എളുപ്പവഴി, ഈ യതീമായ മക്കളുടെ തലയിൽ കൈവെക്കണം. ഇവിടത്തെ ബനാത്തിൽ പഠിക്കുന്ന പെണ്ണുങ്ങളോട് പറയാ, ഈ ബനാത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട യതീമായ പെൺമക്കളുടെ തലയിൽ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ നീ തടക്. ഫോട്ടോ എടുക്കരുത്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഈ യതീമായ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബിതങ്ങൾ പറയുകയാ, ഞാൻ യതീമ. നബിതങ്ങൾ യതീമായിരുന്നു. നബിതങ്ങൾക്ക് യതീമീങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, അന വഖാഫിൽ യതീമി ഫീ ജന്നതി ഹഖദ. ആരെങ്കിലും യതീമിനെ സ്നേഹിച്ച, ആരെങ്കിലും യതീമായ മക്കളെ സ്നേഹിച്ചാൽ അവര് സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാ. ഹജ്ജ് ചെയ്തവന്റെ കൂലിയല്ല, നിസ്കരിക്കുന്നവന്റെ കൂലിയല്ല. നബിതങ്ങൾ പറഞ്ഞത്, ആര് യതീമിനെ സ്നേഹിക്കുന്നുണ്ടോ ആ യതീമിനെ സ്നേഹിക്കുന്നവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാ. അതുകൊണ്ട് പടച്ച റബ്ബേ,
യതീമായ ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ യതീമായ മക്കളെ പഠിപ്പിച്ചു പടച്ചവനെ അവർക്കൊരു വിവാഹ ജീവിതം വരെ ഇവിടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പടച്ചറപ്പേ, ആ യതീമായ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമല്ലോ. സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. നബി തങ്ങൾ പറയുകയാണ്, മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗമാണ് പ്രതിഫലം, സ്വർഗ്ഗമാണ് പ്രതിഫലം. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വിശദീകരണം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ക്ലാസ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഈ യതീമായ മക്കളെ സ്വന്തം മകളെ പോലെ, നിന്റെ സ്വന്തം മകളെ പോലെ ഈ യതീമായ ഒരു കുട്ടിയെങ്കിലും നിനക്കൊന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരും. ബാപ്പാ, ഹജ്ജ് ചെയ്ത കൂലിയാ, ഹജ്ജ് ചെയ്ത കൂലിയാ. പടച്ചവനെ, എത്രയോ ചരിത്രങ്ങൾ സാക്ഷിയാണ്. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ പടച്ചറപ്പേ. അതാ ചെരുപ്പ് കുത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. മുവഫക്കിന്റെ ചരിത്രം പഠിച്ചവരാണ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം. അല്ലാ, ചെരുപ്പ് കുത്തിയായ മനുഷ്യനാണ്. കിട്ടുന്ന പൈസയിൽ നിന്ന്, ചെരുപ്പ് കുത്തിയിട്ട് തനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പമെടുത്തു മാറ്റി വെക്കുകയാണ്. നല്ലതുപോലെ ഭക്ഷണം കഴിക്കൂല, അടിച്ചുപൊളി ജീവിതമില്ല. കിട്ടുന്ന പൈസ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, വർഷങ്ങളോളം. അല്ലാ, ചെരുപ്പ് കുത്തികെട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് അല്പമെടുത്ത് മാറ്റി വെക്കുകയാണ്. എന്തു വന്നാലും എടുക്കൂല, എന്തു വന്നാലും എടുക്കൂല. പടച്ചവനെ, അങ്ങനെ ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ റെഡിയാവുകയാ. കുറച്ചു പൈസയൊക്കെ റെഡിയായി ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. പടച്ചവനെ, ഭാര്യ പൂർണ്ണ ഗർഭിണിയാ. ഈ മുവഫക്കിന്റെ ഭാര്യയുണ്ടല്ലോ, പൂർണ്ണ ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയാ. ഈ ഗർഭിണിയായ പെണ്ണിന് പല ആഗ്രഹമുണ്ട്. മാങ്ങ തിന്നണം, അത് തിന്നണം, ഇത് തിന്നണം, ആഗ്രഹമുണ്ട്. ഈ ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ ഭാര്യ തനിക്ക് ഇറച്ചി തിന്നണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഇറച്ചി കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഭർത്താവിന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പൈസയില്ല. ആകെ ഉള്ളത് ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയാ. അതുകൊണ്ട് ഈ പെണ്ണ് ഇത് പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ പ്രിയപ്പെട്ട ഭാര്യ ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇക്കാ, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണം, എനിക്കിത്തിരി ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പൈസയില്ല, എനിക്കറിയാം. ഞാനൊരു ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്ന. അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും എനിക്ക് ഇറച്ചി വാങ്ങിത്തരണ്ട. അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിയാ, അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെക്കുന്നതിന്റെ സുഗന്ധം എനിക്ക് അടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും നിങ്ങൾ പോയിട്ട് ഇത്തിരി കറി എനിക്ക് വാങ്ങിത്താ. എന്റെ ആഗ്രഹമല്ലേ, ഞാൻ പൂർണ്ണ ഗർഭിണിയല്ലേ. ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ ഭാര്യ പറഞ്ഞു. അവസാനം ഒരു അവസ്ഥയും വരാതെ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. ഒരു സഹോദരിയുണ്ട്. ആ പെണ്ണിനോട് പറഞ്ഞു, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാ, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാ, അവൾക്ക് ഇറച്ചിക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കറി വെക്കുന്നത് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ ഇത്തിരി ഇറച്ചി തരണം. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ചെരുപ്പുകുത്തിയായ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാ, ഇത്തിരി ഇറച്ചിതാ, തരൂല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇത്തിരി ചാറെങ്കിലും താ. എന്റെ പറയപ്പെട്ട ഭാര്യയ്ക്ക് ഗർഭിണിയാണല്ലോ, ഒരല്പ ചാറ് തന്നാ മതി, ഇറച്ചി വേണ്ട. അപ്പോഴാ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുന്നു, പെണ്ണെ, നീയും ഒരു പെണ്ണല്ലേ,
നീയും പ്രസവിച്ചവളല്ലേ? എന്റെ ഭാര്യ ഒരു ഗർഭിണിയാണ്, അവൾക്ക് നീ ഇറച്ചിയും തരുന്നില്ല, ആ ഇറച്ചിയുടെ ചാറ് പോലും തരുന്നില്ലല്ലോ, എന്തുകൊണ്ടാ നീ തരാത്തെ? ആ സമയത്ത് ചെരുപ്പ് കുത്തിയോട് ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നീയും മുസ്ലിം ഞാനും മുസ്ലിം, നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത്? ആ സമയത്ത് ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് 2 യതീമായ മക്കളാണുള്ളത്, ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഒരുപാട് നാളുകൾ കൊണ്ട് എന്റെ മക്കൾ ഇറച്ചി വേണം, ഇറച്ചി വേണം, ഇറച്ചി വേണം. മക്കൾ ഒരുപാട് നാളുകൊണ്ട് പറയുകയാണ്, വാങ്ങിക്കൊടുക്കാൻ പൈസയില്ലല്ലോ, വാങ്ങിക്കൊടുക്കാൻ പൈസയില്ലല്ലോ, ഒരാളും സഹായിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്ത് കിടക്കുകയാ. ആ പെണ്ണ് പറയുകയാ, ഞാൻ വിധവയാ, എന്റെ മക്കൾ യതീമ, ഒരുപാട് നാളുകൊണ്ട് ഇറച്ചി വേണം, ഇറച്ചി വേണമെന്ന് പറഞ്ഞ് എന്റെ മക്കള് കരയുന്നുണ്ട്, അവർക്ക് വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസയില്ല. ഇന്ന് ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു, ആ കഴുതയുടെ ഇറച്ചി ഞാൻ മുറിച്ചെടുത്തു, ആ കഴുതയുടെ ഇറച്ചി ഞാൻ മുറിച്ചെടുത്തു. ആ ഇറച്ചിയാണ് എൻ്റെ വീടിനകത്ത് കിടന്നിട്ട് കറിയായിട്ട് വേവുന്നത്. എങ്ങനെ ഞാൻ നിങ്ങൾക്ക് നൽകും? ഈ കഴുതയുടെ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നൽകും? ആ ചെരുപ്പുകുത്തിയായ മനുഷ്യൻ നിറകണ്ണുകളോടെ വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എടുത്തു. ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസ എടുത്തുകൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, ഇതെവിടെ കൊണ്ടുപോവാ? ഇതെന്റെ അയൽവാസിക്ക് കൊടുക്കാനാ, ഇതെന്റെ അയൽവാസിയായ യതീമായ മക്കൾക്ക് കൊടുക്കാനാ. ഭാര്യ ഓർമ്മപ്പെടുത്തി, ഇത് ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച പൈസയാ. എത്ര കൊല്ലം നിങ്ങൾ അധ്വാനിച്ചതാ, എത്രയോ കൊല്ലങ്ങളായി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസയാ, ഇത് നിങ്ങൾ ഹജ്ജിന് പോകാൻ വെച്ചതല്ലേ? ചെരുപ്പുകുത്തിയായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ വീടിന്റെ പരിസരത്ത് യതീമായ 2 കുട്ടികൾ കഴിക്കാനും വാങ്ങാനും പൈസയില്ലാതെ ചത്തുപോയ കഴുതയുടെ ഇറച്ചി തിന്നുന്നൊരവസ്ഥയിൽ കിടക്കുമ്പോ ഈ പൈസ കൊണ്ട് ഞാൻ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, ഈ പൈസ കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. ആ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും പുണ്യം ഈ മക്കളെ സഹായിക്കലാണെന്ന് പറഞ്ഞ് ആ പൈസ ആ മനുഷ്യൻ കൊണ്ടുകൊടുത്തു. അള്ളാഹു ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിന്റെ കൂലി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, വാപ്പാ ഒരു നന്മയെങ്കിലും ചെയ്യ്. ഉമ്മമാരെ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മയെങ്കിലും നിങ്ങൾ ചെയ്തു വെക്ക്. എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ല, ഏതു നിമിഷം വേണമെങ്കിലും മരണം തേടി വരാം. മരിക്കാൻ രോഗം വേണ്ടടോ. ഇപ്പൊ എല്ലാവരും മരണ വാർത്ത കേൾക്കുന്നുണ്ട്. കേട്ട ഉടനെ ചോദിക്കും, എങ്ങനെ മരിച്ചു? സൈലന്റ് അറ്റാക്ക്. ഒറ്റ വാക്കിൽ തീർന്നടോ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എത്ര മയ്യത്ത് കണ്ടവരാ നമ്മളൊക്കെ? ഒരാൾക്കും ഇപ്പം മരിക്കുന്നവർക്ക് രോഗമൊന്നും വേണ്ട. ഒരു രോഗവും ഇല്ലാത്തവൻ പോലും പെട്ടെന്ന് വീണു മരിച്ചു പോകുന്ന ഒരു കാലം. എൻ്റെ പ്രിയപ്പെട്ട ജുനൈദ് ഉസ്താദ്, ജുനൈദിനറിയാം, എൻ്റെ ജ്യേഷ്ഠൻ നിങ്ങൾക്കൊക്കെ അറിയാം, ഫഹറുദ്ദീൻ മൗലവിയെ. നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്ത ആളാ. എന്ത് രോഗമുണ്ടായിരുന്നടോ, എന്ത് അസുഖമുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഇന്നും മരണമെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാ. മരിച്ച വീട്ടിൽ പോലും ഞാൻ പോകാറില്ല, മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കാറില്ല. കാരണം മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ. എൻ്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവ് കൊറോണ കൂടുതലായിട്ട് ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് വെന്റിലേറ്ററിൽ കിടക്കുകയാ. ഡോക്ടർമാര് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ മരിക്കും, 24 മണിക്കൂറിന്റെ ഉള്ളിൽ മരിച്ചു പോകും എന്ന് ഡോക്ടർമാര് അറിയിക്കാനുള്ളവരെ അറിയിക്കാൻ പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. കൊല്ലം മെഡിസിറ്റിയിലെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞപ്പോ എന്നോട് എൻ്റെ ഫഹറുദ്ദീൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ചു, എന്തിനാടാ കരയുന്നേ? നീ വലിയ പ്രഭാഷകനാണല്ലോ, നാട്ടുകാർക്കൊക്കെ പ്രസംഗം പറഞ്ഞു കൊടുക്കണ ആളല്ലേ നീ എന്തിനാ കരയുന്നേ? ദുആ ചെയ്തൂടെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുമെന്ന് പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് സമാധാനിപ്പിച്ച എൻ്റെ ജ്യേഷ്ഠൻ 6 അടി മണ്ണിനകത്ത് കിടക്കുന്നു. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കവി പറഞ്ഞത് എത്രയോ സത്യമാ. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി
കവി പറഞ്ഞത് എത്രയോ സത്യമാ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്കറിയുന്ന ഒരു ഉസ്താദ് കൊറോണ ബാധിച്ചു, അദ്ദേഹം വെന്റിലേറ്ററിലായി, അവസാനം ന്യൂമോണിയായി, അദ്ദേഹത്തെ വെന്റിലേറ്ററൊക്കെ മാറ്റി, ഹൃദയ ലിവറൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിട്ട് വളരെ പ്രയാസത്തിൽ കിടക്കുമ്പോൾ ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ചറിയിക്കാൻ. ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെ വിളിച്ചു പറയാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ആ ഉസ്താദ് കിടന്ന് കരയുന്നു, ആ ഉസ്താദ് കിടന്ന് കരയുന്നു, മറ്റുള്ള രോഗികളുടെ ഇടയിൽ കിടന്ന് കരയുന്നുണ്ട്, അവർക്കൊക്കെ ടെൻഷൻ ആകുന്നു, ഡോക്ടർ ഒന്ന് വരണം. 36 വയസ്സുള്ള ആ ചെറുപ്പക്കാരനായ ഉസ്താദിന്റെ ചാരത്ത് ഡോക്ടർ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാ കരയുന്നേ? നിങ്ങൾ ഇൽമു പഠിച്ച ഒരാളല്ലേ, നിങ്ങൾ എന്തിനാ കരയുന്നേ? ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തിനാ കരയുന്നേ? ഡോക്ടർ ചോദിക്കുകയാ നിങ്ങൾക്ക് മരിക്കാൻ പേടിയുണ്ടോ? 36 വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞു എനിക്ക് മരിക്കാൻ പേടിയില്ല. ഞാൻ മരിക്കുമെന്ന് പേടിച്ചിട്ട് കരയുകയല്ല, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹു എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെന്തിനാ ഞാൻ കരയുന്നേ? അപ്പൊ ഡോക്ടർ ചോദിച്ചു ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? 36 വയസ്സുകാരന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 ആൺകുട്ടികളുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു മക്കളെ കാണണോ, വീട്ടുകാരെ കാണണോ, വീഡിയോ കോള് വിളിക്കണോ, കാണണോ, സംസാരിക്ക്. ഉസ്താദ് അപ്പോഴും പറഞ്ഞു എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്, എന്റെ ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടല്ല കരയുന്നത്. അമുസ്ലിമായ ഡോക്ടർക്ക് അത്ഭുതമായി, നേഴ്സുമാർക്ക് അത്ഭുതമായി. ഉസ്താദിനോട് ചോദിച്ചു പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നേ? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? 36 വയസ്സുള്ള പാവപ്പെട്ട ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോവുകയല്ലേ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എന്തുമായിട്ട് ഞാൻ പോകും? അള്ളാഹുടെ മുമ്പിൽ ഞാൻ പോകുമ്പോ എന്തുകൊണ്ട് പോകും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് രാത്രി മരിച്ച, ഇന്ന് ഈ വഅദിന്റെ മജ്ലിസിൽ വെച്ച് നിങ്ങൾ മരിച്ചുപോയാ എന്തുണ്ടോ കയ്യില്? അള്ളാഹുടെ മുമ്പിൽ രക്ഷപ്പെടാൻ, ഒരു നല്ല മരണം കിട്ടാൻ, ഈമാനുള്ള മരണം എന്താ, ഈമാനുള്ള മരണം എന്താ എന്ന് ഞാനും നിങ്ങളും അള്ളാഹിനോട് ചോദിക്കുന്നല്ലോ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ മരണവേദന സഹിക്കാൻ പറ്റാതെ ചാടി എഴുന്നേക്കുന്നുണ്ട്. അകത്തടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് മുഖത്തൊഴിക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് നബിതങ്ങൾ. വേദന സഹിക്കാൻ കഴിയാതെ തന്റെ മുഖം തുടച്ചു കൊടുക്കുന്ന, തന്റെ ശരീരത്ത് തുടച്ചു കൊടുക്കുന്ന ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ മരണം എന്നെയും നിങ്ങളെയും തേടി വരും സഹോദര. ഇന്നാണോ നാളെയാണോ എപ്പോഴാണോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുന്നു, ഒരു നന്മ ചെയ്തിട്ട് മരിക്കൂ. മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് മരിക്കൂ. അള്ളാഹുവിന്റെ നബിതങ്ങൾ പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു യതീമായ മക്കള് ഞാൻ യതീമാ, എനിക്ക് യതീമിനെ ഇഷ്ടമാ, യതീമിനെ സ്നേഹിക്കുന്നവരെയും എനിക്കിഷ്ടമാ, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ അസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്ന് അല്ലാഹു പറയുകയാ 2 കാര്യങ്ങൾ എനിക്ക് നൽകിയ സ്വർഗം തരാം, 2 കാര്യങ്ങൾ എനിക്ക് നൽകിയ സ്വർഗം തരാം. ഒന്ന്, നിന്റെ ശരീരം എനിക്കിതാ. നമ്മളൊക്കെ നോമ്പ് പിടിച്ചിട്ടിരിക്കുകയാ, നോമ്പിന്റെ പ്രതിഫലം അല്ലാഹ്ക്കാ, നോമ്പ് അള്ളാന്റെതാണ്, പ്രതിഫലം അല്ലാഹ്ക്കേ അറിയൂ, നമ്മൾ നോമ്പുകാരാ. 2, അള്ളാഹു പറയുകയാ നിന്റെ സമ്പത്ത് എനിക്കിതാ, നിന്റെ സമ്പത്ത് എനിക്കിതാ, സ്വർഗം തരാ ഞാൻ. അല്ലാഹ് രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞ വാക്കുമാറ്റാൻ, അള്ളാഹു പറഞ്ഞ വാക്കു മാറ്റൂല. അല്ലയാ പറഞ്ഞത് എനിക്കിതാ ഞാൻ സ്വർഗം തരാം. എന്റെ പൊന്നാര ഉപ്പമാരോട് ഞാൻ പറയുന്നു, നീ മരിക്കുന്ന സമയത്ത് അള്ളാന്റെ മലക്കുകൾ നിനക്ക് കാണിച്ചു തരും. നീ മരിക്കാൻ കിടക്കുന്ന സമയം, തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുന്ന സമയം, വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്ന സമയം, അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് കാണിച്ചു തരും. ഇന്ന് നീ കൊടുത്തതിന്റെ പ്രതിഫലം വഅബ്ശിറൂബിൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗം കണ്ടു മരിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ വല്ലാഹി സത്യം ഒരാളെ ഞാൻ നിർത്തിയിട്ടില്ല. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും യതീമായ മക്കളെ അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു ഈമാൻ
തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമർ റഹീമായ ദയാലുവായ കരുണയുള്ള മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ മജ്ലിസിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചോനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല അല്ലാ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല അല്ലാ. പടച്ചവനെ, പണവോ അധികാരമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപം ഒന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപം ചെയ്തു കൂട്ടിയവരാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു പടച്ചവനെ. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. പടച്ചവൻ, ഇത് ഞങ്ങളുടെ തൗബയാണ് റഹ്മാനെ. ഞങ്ങളുടെ പാപം നീ പൊറുക്കണേ അല്ലാ. നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ. നീ ഗഫൂറാണല്ലോ അല്ലാ. നീ റഹീമാണല്ലോ അല്ലാ. നീ ഞങ്ങളുടെ റബ്ബാണല്ലോ അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളാണല്ലോ അല്ലാ. തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലാ. കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താലും പൊറുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ അഫ്വ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ മായിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് കഴിഞ്ഞ ഹാജിയെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സർവ്വ പാപങ്ങളും പുറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. മരിച്ചാ നീ സ്വർഗം തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആദ്യമായി നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച, ഞങ്ങളുടെ കൈപിടിച്ചു കൊണ്ടുവന്ന ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ ഉമ്മ പലരും മണ്ണിനടിയിലാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കണേ പടച്ചവനെ. അവരുടെ പൊരുത്തം നൽകണേ പടച്ചവനെ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാ. ഞങ്ങളെ നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഇബാദത്തിന് തടസ്സം വരുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ഭാര്യയും മക്കളും കൂടപ്പുറപ്പുകളും നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ നീ എത്തിക്കല്ല അല്ലാ. സ്വന്തം മക്കളെയും കൂടപ്പുറപ്പുകളെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ഞങ്ങളുടെ ഔറത്തിൽ മറ്റുള്ളവർ അറപ്പോടെ തൊടുന്നൊരവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. കഷ്ടപ്പെട്ടു വളർത്തിയിട്ട് ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ല അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ റഹ്മാനെ. ഞങ്ങളെ വഞ്ചിക്കുന്നവരാക്കല്ല പടച്ചവനെ. ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഹക്കടപാടുകൾ തീർത്ത് ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. അർഹമുർ റഹീമായ അല്ലാഹുവേ, കടക്കൽ ഉസ്താദിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ ഭാര്യ സന്താനങ്ങൾ പടച്ചവനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജുനൈദിന്റെ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ശബ്ദം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഇവിടത്തെ ഉസ്താദന്മാരുൾപ്പെടെ എല്ലാവരെയും അൽ ഉലമാഉ വറസത്തുൽ അംബിയായിൽ നീ പെടുത്തണേ പടച്ചവനെ. അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ പടച്ചവനെ. അവരുടെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഈ നാടിന്റെ ഐശ്വര്യമാക്കണേ അല്ലാ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ പ്രവർത്തകർ, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, അവരെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. അവരുടെ
ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ. അള്ളാഹു ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് നീ നാഫിയായ ഇൽമ് നൽകണേ പടച്ചവനെ. അനുസരണയുള്ള മക്കളാക്കണേ പടച്ചവനെ. അവരെ ഹാഫിളീങ്ങളാക്കണേ പടച്ചവനെ. ആലിമീങ്ങളാക്കണേ പടച്ചവനെ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പടച്ചവനെ. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ 5:30 ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഈ പ്രായമുള്ള വാപ്പമാർക്ക് മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒളുവെടുത്ത് നിസ്കരിച്ച് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ഭാവി നൽകണേ അല്ലാ. വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. ഭർത്താക്കന്മാരെ നന്നാക്കണേ പടച്ചവനെ. സമാധാനം നൽകണേ റഹ്മാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ പടച്ചോനെ. അല്ലാഹുവേ, മക്കളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ എത്തിക്കല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് നീ ഖബറടക്കിപ്പിക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കൈകൾ ലോകത്തൊരാളുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ പണ്ഡിതന്മാർ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, റഹ്മാനായ അല്ലാ, പരിശുദ്ധമായ റമളാൻ ഞങ്ങളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ് പടച്ചവനെ. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നരകം ഞങ്ങൾക്ക് പേടിയാ അല്ലാ. പരലോകം ഞങ്ങൾക്ക് പേടിയാ അല്ലാ. മരണം ഞങ്ങൾക്ക് പേടിയാ അല്ലാ. നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല പടച്ചവൻ. അല്ലാഹുവേ, ഈ കണ്ണീരിന് പകരം നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ കണ്ണീരിന് പകരം നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ ഭയന്നിക്കുന്നവരാക്കണേ പടച്ചവനെ. നിന്നെ പേടിയുള്ളവരാക്കണേ പടച്ചവനെ. അഹങ്കാരികളാക്കല്ലേ അല്ലാ. മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകൾ നീ ശുദ്ധമാക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, ദുആ നീ കബൂലാക്കണേ അല്ലാ. എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവും മണ്ണിനടിയിലാണ് റഹ്മാനെ. നീ അവരോട് കരുണ കാണിക്കണേ പടച്ചവനെ. മുമ്പയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കൂടകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, അമാൻ ഈ സ്ഥാപനത്തിൽ പഠിക്കുക, അവൻ്റെ ഓർമ്മശക്തി നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹു, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, എൻ്റെ മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. എൻ്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കണേ അല്ലാ. ഒരു ഹാഫിളിൻ്റെ ഉപ്പയ്ക്ക് കിട്ടുന്ന സ്ഥാനം നൽകണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ റഹ്മാനെ. അല്ലാഹുവെ, ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ പടച്ചവനെ. അല്ലാഹുവെ, രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ പടച്ചവനെ. ദുആയിക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവെ, മന്നാനിയയുടെ സർവ്വ സ്ഥാപനങ്ങളും നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവെ, നീ അതിനെ ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, ഞങ്ങൾ ഇന്ന് പിരിയുകയാ പടച്ചവനെ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം ദുആക്കല്ലേ അല്ലാ. ഈ നോമ്പ് അവസാനത്തെ നോമ്പാക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ഈ റമളാൻ അവസാന റമളാനാക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ ചെയ്യുന്ന എന്നിലേക്ക് നീ നോക്കല്ലേ പടച്ചവനെ. ഹാഫിളീങ്ങളുണ്ട് റബ്ബേ, ആലിമീങ്ങളുണ്ട് റബ്ബേ, ഹജ്ജ് ചെയ്തവരുണ്ട് റബ്ബേ, നോമ്പ് പിടിച്ചിരിക്കുന്നവരാണ് റബ്ബേ, മുതഅല്ലിം
മുതല്ലിമീങ്ങളുണ്ട് റബ്ബേ, യതീമീങ്ങളുണ്ട് റബ്ബേ, 40 പേരിൽ കൂടുതലുണ്ട് റബ്ബേ, പ്രായമുള്ളവരുണ്ട് റബ്ബേ, യാത്രക്കാരുണ്ട് റബ്ബേ, രോഗികളുണ്ട് റബ്ബേ. ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന സമയമാണ് റബ്ബേ. ഒരാളുടെയെങ്കിലും ആമീനിനെ നീ കേൾക്കണേ അല്ലാ, ഒരാളുടെയെങ്കിലും കണ്ണുനീര് നീ കാണണേ അല്ലാ. അല്ലാഹുവേ, ദുആയെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഇനിയും കാണാനും കൂടാനും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നൽകണേ പടച്ചവനെ. ഈ പരിപാടിയിലേക്ക് വന്ന അത്രയും വഴി നീ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ റഹ്മാനെ. സ്വർഗം കിട്ടാൻ കാരണമാക്കണേ അല്ലാ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.